കേരളം കാത്തിരുന്ന ദിനം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെ സമ്മതം ഒക്കെ അറിയിക്കാൻ പറ്റുന്ന ദിനം, വോട്ടിംഗ് ദിനം. സാഗ് ന്യൂസ് ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം മണക്കാടാണ്. നല്ലൊരു പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോളിംഗ് ഇതൊരു നല്ല പോളിംഗാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല കൂട്ടമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അല്ല, ഒരു 12:30 വരെ നല്ല കൂട്ടം കാണും. അത് കഴിഞ്ഞിട്ട് വെയിലിനെ കട്ടിക്കൂടും. പിന്നെ ഒരു 2:30-ക്ക് ശേഷം വരുള്ളൂ. ഇപ്പൊ നല്ല പോളിംഗ് ആണ്. അവിടെ നല്ല ക്യൂ ഉണ്ട്. വിജയപ്രതീക്ഷ 100% ഉണ്ട്. LDF ഉറപ്പാണ്. നമ്മുടെ മേഖലകളിലെ കോസ്റ്റൽ ഏരിയകളിലെല്ലാം തീരപ്രദേശങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു ഇമേജുള്ള, ഇതുപോലെ ഇമേജുള്ള ഒരു സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ ഇവിടെ കിട്ടും. പറഞ്ഞു കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ, ഇദ്ദേഹം ഇവിടെ ഉള്ള ആളല്ലേ. ഇവരെയൊക്കെ എവിടെ പോയി കാണാൻ പറ്റും? ശശിധരനെ എവിടെ പോയി കാണാൻ പറ്റും? കേന്ദ്രമന്ത്രി എവിടെ പോയി കാണാൻ പറ്റും? കാണാൻ പറ്റുന്നത് LDF സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് കാണും. ഒപ്പ് വാങ്ങിക്കണമെങ്കിൽ എവിടെ പോകും? ഈ തലൂരി കഴിച്ച് ഇവിടെ ഒപ്പ് വാങ്ങിക്കണമെങ്കിൽ എവിടെ പോകും? ഒന്നും ചെയ്തില്ല. ഈ കേരളത്തിൽ ഒരു കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ചന്ദ്രശേഖരൻ BJP സ്ഥാനാർത്ഥി ശശി തരൂർ ഇവിടെ എന്ത് ചെയ്ത്? അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു കൊടിയും കൊണ്ട് നടക്കുന്ന സഖാവ് പന്നി അവിടെ വൻപിച്ച പുരുഷ ജയിക്കും. പാവങ്ങളുടെ നേതാവാണ് അയാൾ ജയിച്ചു വരും. എല്ലാവർക്കും വോട്ട് ചെയ്തു. അയാൾ വൻപിച്ച പുരുഷ ജയിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. 100%. പോളിംഗ് നല്ല ശതമാനം, 20% വരെ ഇപ്പൊ രാവിലെ തന്നെ ആയിട്ടുണ്ട്. നല്ല പോളിംഗ്. അങ്ങോട്ട് ഉച്ചയ്ക്ക് മുമ്പേ തന്നെ നല്ലൊരു ശതമാനം ഉണ്ടാവും. നമ്മള് തിരക്കായോണ്ട് 2 വട്ടം പോയിട്ട് ചെയ്യാതെ തിരിച്ചു. ഭയങ്കര തിരക്കായോണ്ട് വിജയം നമുക്ക് ഉറപ്പാണല്ലോ. UDF ഉറപ്പാണല്ലോ. പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നല്ല ഇതിനെ പ്രതികരിക്കുന്നുണ്ട്. വിജയപ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരന് വിജയപ്രതീക്ഷ 100% ഉറപ്പാണ്. നമ്മളെ 15 വർഷമായിരുന്ന MP ഈ നാടിന് വേണ്ടി, തിരുവനന്തപുരം പാർലമെന്റിന് വേണ്ടി ഒരു OP ടിക്കറ്റ് പോലും എടുത്തു കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള MP ഈ നാട്ടിൽ വേണ്ട എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, എത്രയോ സ്ത്രീകൾ നമ്മുടെ ശശി തരൂരിൻ്റെ ഓഫീസിൽ കയറി കത്ത് വാങ്ങിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാരും TV കൂടെ കണ്ടതാണ്. ഇതെല്ലാം ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കൊരു വികസനം വേണം. ആ വികസനം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കഴിഞ്ഞാൽ ആ വികസനം നടപ്പിലാക്കും. സാധ്യത കാണാമെന്ന് ജനങ്ങൾ 100% ജനങ്ങളത്. പോളിംഗ് ശതമാനം പകല് നല്ല പോളിംഗ് ശതമാനം ആയിട്ടുണ്ട്. ഇപ്പൊ 20% പോളിംഗ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് പുതിയ ഒരു ഭരണ മാറ്റത്തിന്, കേരളത്തിന്റെ ഒരു പുതിയ ഭരണ മാറ്റത്തിനുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. യുവാക്കളുടെ ഒരു നിര കാണുന്നുണ്ട്. പോളിംഗ് സ്റ്റേഷനിലൊക്കെ തന്നെ വലിയ ക്യൂ ആണ്. ചില സ്ഥലങ്ങളിൽ മെഷീൻ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അത് അവർ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇരു മുന്നണികളുടെയും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരെയുള്ള ജനങ്ങളുടെ വോട്ടെടുത്തായിട്ട് ഇത് മാറുകയാണ്. പിന്നെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട്, നരേന്ദ്രമോദിയുടെ ഭരണം, തുടർ ഭരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളിപ്പോ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒരു വിജയസാധ്യതയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരന് വലിയൊരു വിജയസാധ്യതയുണ്ട്. ഒന്ന്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഈ നാട് വികസിപ്പിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയും. വരെ അദ്ദേഹത്തിന്റെ 1.5 മാസത്തെ പ്രചാരണ സമയത്ത് തന്നെ അദ്ദേഹം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ്, അതാണ് അദ്ദേഹത്തിന്റെ ഈ സങ്കല്പ രേഖയിൽ, അത് വികസന രേഖയിൽ ഉൾപ്പെടുത്തിയ മുഴുവൻ തന്നെ ജനങ്ങളുടെ അഭിലാഷം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹം വന്നിറങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട ചില വിഷയങ്ങൾ അദ്ദേഹം പരിഹരിക്കുകയും ചെയ്തു. കേരളം ഇനി കാത്തിരിക്കേണ്ടത് 38 ദിനങ്ങളാണ്. ജൂൺ 4-നാണ് റിസൾട്ട് വരുന്ന ദിവസം. അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിശക്തമായ പോളിംഗുമുണ്ട്. എന്തായാലും ജൂൺ 4-ന് റിസൾട്ട് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.